കയ്പേ, ഒരുപാട് പുഴുക്കളുണ്ടല്ലോ. ഒരുപാടുണ്ട്. എൻ്റെ ഇലകളെല്ലാം അവ നശിപ്പിക്കുന്നുണ്ട്. സാരമില്ല, അവ ഓരോന്നും ഞാൻ നുള്ളിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം തളിക്കാം. കഞ്ഞിവെള്ളം എന്തിനാണ്? എന്നാൽ പുഴുക്കളൊന്നും പിന്നെ വരില്ല. അച്ഛൻ ആരോടാ വർത്തമാനം പറയണത്? ഇതാ ഈ കയ്പവള്ളിയോട്. അച്ഛൻ പറയുന്നത് കയ്പവള്ളിക്ക് മനസ്സിലാവോ? എന്താ സംശയം? ഞാൻ പറയുന്നത് അവൾക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാകും. വെറുതെ ഓരോന്ന് പറയല്ലേ അച്ഛാ. വെറുതെ ഒന്നുമല്ല. 4 ദിവസം മുമ്പ് ഈ വള്ളി തലയുയർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവ എന്നോട് പറഞ്ഞു, എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം എന്നതൊക്കെയാണ്. എന്നിട്ട് അച്ഛൻ എന്താ ചെയ്തേ? അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങുകമ്പ് കുത്തിക്കൊടുത്തു. മോൾ കണ്ടോ? കയ്പവള്ളി സ്പ്രിംഗ് പോലെയുള്ള അതിൻ്റെ കുഞ്ഞു വിരൽ കൊണ്ട് കമ്പിൽ പിടിച്ച് മുകളിലോട്ട് കയറിയത്. ഇപ്പോൾ അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത്? മിടുക്കി, കമ്പ് മതിയായിരുന്നില്ലല്ലേ? അല്ലേ നിനക്ക് സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാം എന്നാണ് പറഞ്ഞത്. നീ ഒന്ന് മേലോട്ട് നോക്കി പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ? ആരാ പറഞ്ഞത് മിണ്ടാ പറ്റില്ല എന്ന്? ആവോ, എനിക്കറിയില്ല. അതാ അമ്മ വരുന്നു. മോളെ, എന്താ അച്ഛനും മോളും കൂടി പറയുന്നത്? അമ്മേ, കേട്ടോ ഈ അച്ഛൻ പറയുന്നത്? എന്താ പറഞ്ഞേ, പറ. അച്ഛൻ പറയുക, കയ്പവള്ളിയും തെങ്ങും പ്ലാവും ഒക്കെ സംസാരിക്കുമെന്നും നമുക്ക് അതിനോട് എല്ലാ കാര്യവും പറയാൻ പറ്റുമെന്നും. അതെയോ? അച്ഛൻ പറയുന്നത് ശരിയാണ് മോളെ. നമുക്കും അവയോട് എല്ലാം സംസാരിക്കാം. അതുപോലെ തന്നെ അവ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. സത്യമാണോ അമ്മേ? നീ തെങ്ങിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്. ചോദിക്കാം. എന്നാൽ അച്ഛൻ പറ, തെങ്ങിൻ്റെ അടിയിൽ നിൽക്കുന്ന പപ്പായ മരം മോളോട് നോക്കി എന്താണ് പറയുന്നത്? പപ്പായ മരം എന്താണെന്നറിയോ പറയുന്നത്? ചേച്ചിയുടെ തളയിൽ നിൽക്കാൻ നല്ല സുഖമുണ്ട്. അധികം വെയിലും മഴയും ഒന്നും കൊള്ളണ്ടല്ലോ. പക്ഷേ സൂര്യവെളിച്ചം മുഴുവനും എടുക്കല്ലേ. ഓലയിലൂടെ കുറേ എനിക്കും തന്നെ. ഇതൊക്കെയാണ് പപ്പായ മരം പറയുന്നത്. ശരിയാ, എനിക്കും കേൾക്കുന്നുണ്ട്. ഇത് പേടിക്കേണ്ട, എൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി കാറ്റും വെയിലും ഞാൻ തരാം. മിടുക്കി. ബേസ്, മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി. എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം.